ക്ഷേത്രപൂജകൾക്കും പൂമാലകളിലും ഓണപ്പൂക്കളത്തിലുമൊക്കെ പ്രധാനി പറഞ്ഞു വരുന്നത് നമ്മുടെ വീടുകളിലെ അലങ്കാര ചെടിയാക്കി നമ്മൾ പരിപാലിക്കുന്ന ഒരു കൊലയാളി ചെടിയെക്കുറിച്ചാണ്. ആ സസ്യത്തിന്റെ പേരാണ് അരളി. ഇളം റോസ് നിറമുള്ള പൂക്കൾ മുതൽ ഇലയും തണ്ടും എന്തിന് വേരുകൾ വരെ വഹിക്കുന്ന വിഷം അല്പം മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ മതി ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ആ അരളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപ് ഒരു ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ അരളി ചെടി ഉണ്ടോ? ഉത്തരം എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യൂ. എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതിനായി ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് വിദേശത്ത് പോകാൻ സൂര്യയ്ക്ക് അവസരം ലഭിച്ചത്. കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും പുത്തൻ പ്രതീക്ഷകളുമായാണ് സൂര്യ യാത്രയ്ക്ക് തയ്യാറെടുത്തത്. എല്ലാം തയ്യാറാക്കി കൃത്യസമയത്ത് അവൾ എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് സൂര്യ ബോധരഹിതയായി ശരീരം കുഴഞ്ഞ് അവിടെ വീണുപോയി. ആ വീഴ്ച അവളുടെ മാത്രമായിരുന്നില്ല, ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങളായിരുന്നു. പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രൻ അനിത ദമ്പതികളുടെ മകൾ സൂര്യ സുരേന്ദ്രൻ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ആന്തരിക അവയവ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും സൂര്യ തന്നെ നൽകിയ വിവരം മരണത്തിലേക്ക് നയിച്ച ഒരു അശ്രദ്ധയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പൂച്ചെടിയായി ഓമനിച്ചു വളർത്തുന്ന അരളിയാണോ സൂര്യയെ കൊന്നുകളഞ്ഞത്? ഫോണിൽ സംസാരിക്കവെയാണ് സൂര്യ അറിയാതെ അരളിപ്പൂവിന്റെ ഇലയും പൂവും കടിച്ചതെന്നും അല്പം അത് വിഴുങ്ങിപ്പോയെന്നും അച്ഛൻ സുരേന്ദ്രനോടും ഡോക്ടർമാരോടും ചികിത്സയിലിരിക്കെ പറഞ്ഞത്. BSc നഴ്സിംഗ് പാസ്സായ സൂര്യയ്ക്ക് UK ജോലി ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. പോകുന്നതിന് മുൻപ് എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ട് സൂര്യ യാത്ര പറഞ്ഞിരുന്നു. മൊബൈൽ ഫോണിൽ സംസാരിച്ച് മുറ്റത്ത് നടക്കുന്നതിനിടെ ഏതോ ഒരു പൂച്ചെടിയുടെ ഇലയും പൂവും നുള്ളിയെടുത്ത് വായിലിട്ട് ചവച്ചുപോയി. ചവർപ്പിനെ തുടർന്ന് തുപ്പിക്കളയുകയും ചെയ്തു എന്നായിരുന്നു സൂര്യയുടെ വാക്കുകൾ. അത് അരളിയാണ്. വീടിന് അലങ്കാരമായി നമ്മൾ വളർത്തുന്ന ക്ഷേത്രപൂജകളിൽ പ്രധാനിയായ തലയിൽ ചൂടാൻ പോലും നമ്മൾ വാങ്ങുന്ന അരളിയുടെ ഒരില പോലും ജീവൻ എടുത്തേക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യം കൂടിയാണ്. പൂക്കളത്തിൽ മാത്രമല്ല, തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിലും അരളി സ്ഥിരം സാന്നിധ്യമാണ്. നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എടുക്കാറുണ്ട്. എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നതാണ് സത്യം. അരളിച്ചെടിയുടെ ശരീരമാസകലം വിഷമാണ്. അരളിയുടെ ഇലയിലും പൂവിലും കായിലും വേരിലും വരെ വിഷാംശമുണ്ട്. പൂക്കളേക്കാൾ കൂടുതൽ വിഷമുള്ളത് മറ്റു ഭാഗങ്ങളിലാണ്. അരളിയുടെ അംശം ശരീരത്തിലെത്തിയാൽ അത് ആരോഗ്യത്തെ തകിടം മറിക്കും. എത്ര അളവിൽ ആ വിഷം ശരീരത്തിലെത്തുന്നു എന്നതിനനുസൃതമായിരിക്കും പ്രത്യാഘാതങ്ങൾ. ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തുന്നത് വയറിളക്കം, നിർജ്ജലീകരണം, ഛർദി എന്നിവയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. വലിയ അളവിലാണ് എത്തുന്നതെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. പല ക്ഷേത്രങ്ങളും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് ഇക്കാരണത്താൽ തന്നെ അരളി ഒഴിവാക്കിയിട്ടുമുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിൽ 10 വർഷം മുമ്പ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാറുള്ള തുളസിയില, തെച്ചിപ്പൂവ് എന്നിവയെല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. പനി, കഫക്കെട്ട് എന്നിവയ്ക്കും മുറിവുണക്കാനും മറ്റും തുളസി സഹായിക്കുന്നുണ്ട്. തെച്ചിപ്പൂവാകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ആർത്തവ സമയത്തെ വേദനയ്ക്കും സ്ത്രീ രോഗങ്ങൾക്കും മരുന്നുകൂടിയാണ്. നെറിയം ഒലിയാൻഡർ എന്നാണ് അരളിയുടെ ശാസ്ത്രീയ നാമം. അപ്പോസൈനിയസ ജനുസിൽപ്പെടുന്ന സസ്യമായ ഇവയ്ക്ക് പാൽ നിറത്തിലുള്ള പശ പോലുള്ള ദ്രവത്തിലെ ലെക്റ്റിനുകളാണ് വിഷമാകുന്നത്. അപ്പോസൈനിയാസെ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം തന്നെ ഇത് ഉണ്ടാകാറുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അരളിയുടെ ഒരു ഇല പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ളതാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഇതിലുള്ള ഒലിയാൻഡർ ജെനിൽ എന്നിങ്ങനെയുള്ള വിഷം ഹൃദയത്തെയും നാഡികളെയും ബാധിച്ചേക്കാം. ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും അതുവഴി ഹൃദയസ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അരളിയുടെ പൂവിലും ഇലയിലും കാണപ്പെടുന്ന ഗ്ലൈക്കോസൈഡ് എന്ന വിഷാംശം ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷകർ പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം, അരളി അത്ര സേഫ് അല്ല എന്ന്. ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിനും പൂക്കളത്തിനും അരളിപ്പൂവ് തേടി പോകുന്നവരോടാണ് പറയുന്നത്. കാണുന്നത് പോലെ അത്ര പന്തിയല്ല ഇത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല പണി തരുന്ന സസ്യമാണ്. അരളിയുടെ ഇലയിലും വേരിലും കായിലും പൂവിലുമെല്ലാം വിഷമുണ്ട്. മനുഷ്യ ശരീരത്തിലെത്തിയാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടിമുടി വിഷം നിറഞ്ഞ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ ചെറിയ അളവിലെങ്കിലും ശരീരത്തിലെത്തിയാൽ നിർജ്ജലീകരണം, ഛർദി, വയറിളക്കം തുടങ്ങിയവ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇതിന്റെ അളവ് കൂടിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തും. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഈ സസ്യമുണ്ടോ എന്ന്. ഈ സസ്യത്തിന്റെ വിഷത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ആരും അത് രുചിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുള്ള വീടുകളിൽ അരളി ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്താത്ത തരത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്ക് എന്തും വായിലിടുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ പ്രത്യേക കരുതൽ നൽകണം എന്നാണ് പറഞ്ഞു വരുന്നത്.
ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.